നമ്മൾ ഓഷനിൻ്റെ അൾട്ടിമേറ്റ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് അതിൻ്റെ മെയിൻ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ കാണുമ്പോൾ ഉള്ള കാഴ്ച എക്സ്ട്രാ ഓർഡിനറി ആയി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ആരോ ഒരു ചിത്രം വരച്ച പോലെയാണെന്ന്? എന്നാൽ ശരിക്കും ഞങ്ങൾക്കും അതുപോലെയാണ് തോന്നിയത് കേട്ടോ. എന്തോ ഒരു വലിയ വാൾപേപ്പർ അവിടെ കൊണ്ട് വെച്ചിട്ടുള്ളത് പോലെ. ഇത് ശരിക്കും റിയൽ ആണെന്ന് വിശ്വസിക്കാൻ തന്നെ പാടായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, അവിടെ പോയി ചാടി കയറി ഇരുന്നു കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ഈ മനോഹരമായ വ്യൂ ഒന്ന് ചുറ്റും നോക്കി കണ്ടിട്ട് എന്താ പറയുക, സംതൃപ്തി അടഞ്ഞു. ശരിക്കും എന്താ പറയുക, ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇതുവരെ നമ്മൾ കാണാത്തൊരു പ്രത്യേക തരം വ്യൂ ആയിരുന്നു. ആ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ മടങ്ങുവാണ്. കേബിൾ കാറിൻ്റെ പോയിന്റിലേക്ക് വീണ്ടും തിരിച്ച് നമ്മൾ എത്തി കേട്ടോ. ഈ കാണുന്ന വണ്ടിയിൽ ഈ കേബിൾ കാറിൻ്റെ പോയിന്റിൽ നിന്ന് ഇവർ നമ്മളെ ആ മെയിൻ വ്യൂ പോയിന്റിലേക്കും കൂടി എത്തിക്കും കേട്ടോ. ഇപ്പം നടക്കാനൊന്നും പറ്റാത്ത ആൾക്കാർക്ക് ഈ ട്രാവൽ ഓപ്ഷൻ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ എന്താ പറയുക, തിരിച്ച് നമ്മൾ താഴേക്ക് പോകുന്ന ആ ഒരു സ്പേസ്. പക്ഷെ ഇങ്ങനെ നമ്മളിവിടെ നോക്കിയപ്പോഴാണ് നമ്മളിവിടെ ഒരു മൗണ്ടെയിൻ കോസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. അത് ടൊബോഗൺ റൺ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഇവിടെ ടൊബോഗൺ റണ്ണിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ടൊബോഗൺ റൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ടൊബോഗൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. നമുക്ക് സെൽഫായിട്ട് ടിക്കറ്റ് ആ കൗണ്ടറിൽ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞങ്ങളൊരു ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ കാർഡ് അവിടെ എന്തുകൊണ്ടോ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടോ കാർഡ് വർക്ക് ആവാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാരോട് പോയി പറഞ്ഞു, ഞങ്ങളുടെ കാർഡ് ഇന്ന പോലെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാമോന്ന് ചോദിച്ചു. അങ്ങനെ അവർ വന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കാർഡ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്തു, ഞങ്ങളെ ഫ്രീ ആയിട്ട്, ഞങ്ങളുടെ ആകാംക്ഷ കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, ഫ്രീ ആയിട്ട് ഞങ്ങളെ ടൊബോഗൺ റണ്ണിൽ കയറ്റി. എന്ത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ സ്വിറ്റ്സർലൻഡുകാരെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ റൈഡിന് പെർ ഹെഡ് 630 രൂപയോളം ഒക്കെ വരും. രണ്ടാൾക്കാണെങ്കിൽ 1200+ വരും കേട്ടോ. ഇപ്പം ഈ മൗണ്ടെയിനിൽ കൂടെ നമ്മളിപ്പം ഈ ടൊബോഗൺ റണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ. ഇതിന് ഒരു ബ്രേക്ക് ലിവർ ഉണ്ടാവും. ശരിക്കും നമ്മൾ ആ ബ്രേക്ക് എന്തെങ്കിലും എമർജൻസിയിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ മൗണ്ടെയിനിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടൊബോഗൺ റണ്ണിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അതുപോലെ ഇടയ്ക്ക് സൈൻ ബോർഡ്സ് ഉണ്ട്, നമ്മൾ എവിടെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, സ്ലോപ്പൊക്കെ വരുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ സൈൻ ബോർഡ്സ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ആ ലിവർ മുകളിലേക്ക് പുഷ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ലിവർ പുഷ് ഡൗൺ ചെയ്യുമ്പോൾ ഇത് മൂവും ചെയ്യും കേട്ടോ. ഈ ടൊബോഗൺ റണ്ണിൽ ഇരുന്നിട്ട് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിരുന്നു. ഈ മലനിരകൾക്കിടയിൽ കൂടെയൊക്കെ ഈ മലകളൊക്കെ വെട്ടിയിട്ടുള്ള ഈ റൈഡ് ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇതിനൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മുടെ കാർഡ് വർക്ക് ആവാത്തപ്പോൾ ഞങ്ങൾക്ക് നല്ല നിരാശയായിരുന്നു കേട്ടോ, ഇതിൽ കയറാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ എന്തോ പറയുക, ആ ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അവർ കാരണം ഞങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായേനെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടൊബോഗൺ റൺ, അതും സ്വിറ്റ്സർലൻഡിൽ എക്സ്പീരിയൻസ് ചെയ്ത സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് നമ്മളുടെ കേബിൾ കാറിന് താഴോട്ട് ഇറങ്ങി കേട്ടോ. ഓഷനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ ലേക്കിനോടും അതുപോലെ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചയോടും ഒക്കെ വിട പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. നമ്മളിതെല്ലാം കണ്ടല്ലോ, ദൈവം ഇതിനൊക്കെ അനുഗ്രഹിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തോട് ഗുഡ് ബൈ പറഞ്ഞു. കൂടുതൽ സ്വിറ്റ്സർലൻഡ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇഫ് യു റിയലി ലൈക്ക് അവർ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.